നമ്മ വത് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു ഗൈസ്. ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്, കാരണം ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നേരെ ഇഡ്ഡലിക്കടയിൽ പോയി രാവിലത്തെ ഫുഡും കാര്യങ്ങളും അടിച്ച് നേരെ ഷിഫ്റ്റിൽ കയറണം. അങ്ങനെയൊക്കെ ഉച്ചയായപ്പോൾ നേരെ റൂമിലേക്ക് വിട്ടു. നമ്മളിപ്പോൾ റൂമിൽ പോയി കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്കത്തെ ഫുഡ് റൂമിൽ നിന്നാണ്. വൈകുന്നേരം ആയപ്പോൾ നീലേൻ്റെ കൂടി നേരെ റൂമിൽ പോകണം, കാരണം ബാഗ് എടുക്കണം, ഡ്രസ്സ് മാറണം, ദെൻ വൈറ്റിലേക്ക് നേരെ വിടണം. 6 മണിക്കാണ് വണ്ടി എന്നാണ് നമ്മളതിനെ ഇൻഫോം ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് കളമശ്ശേരി പിടിച്ചു. കളമശ്ശേരി നേരെ മെട്രോ വന്നു. മെട്രോയിൽ കയറി നേരെ സമാധാനമായ മെട്രോ, കാരണം സാധാരണ ഞാൻ പോകുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തിരക്കും ഇല്ലായിരുന്നു. അങ്ങനെ 6 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ മെട്രോയിൽ കയറി നേരെ വൈറ്റിലെ വന്നു. ഇവിടുന്ന് ബസ് കണ്ടിരുന്നു, കാരണം അവിടെ എവിടെയാണോ കൊണ്ടിട്ടതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ലായിരിക്കും. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു, കാരണം 6:30-ക്കായിരുന്നു ബസ്. അല്ലെങ്കിൽ നമ്മളെ തേച്ചാണ് 6 മണിക്കാന്ന് പറഞ്ഞു. ജസ്റ്റ് ബസ്സിൽ കയറി ഇരുന്നത് മാത്രം. നല്ല ശാന്തമായ അന്തരീക്ഷം, സൈഡ് സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ അവിടെ കുറേ നേരം കുത്തിയിരുന്നു ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ലാഗായിരുന്നു. എവിടേക്കോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ എവിടേക്കോ കൊണ്ട് നിർത്തിയിടുന്നുണ്ടായിരുന്നു. അങ്ങനെ സമയം കുറേ ഇരുന്നു. ഇരുന്നിരുന്ന് വണ്ടിക്കകത്ത് നിന്ന് മടുത്തു. അങ്ങനെ ചന്ദ്രൻ വന്നു, ചന്ദ്രൻ പോയി. പക്ഷെ നമ്മൾ ഒരിടത്തും എത്തിയില്ല. ദെൻ ഇത് കോട്ടയം വഴിയായിരുന്നു വണ്ടി. അങ്ങനെ കോട്ടയത്തും കുറേ നേരം 10 മണി വരെ 10 മണിയായി കോട്ടയം വന്നിട്ട്. കോട്ടയത്തും കുറേ നേരം നിർത്തിയിട്ട് ദെൻ നേരം മുട്ടയ്ക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 10 മണി 11 മണിയായപ്പോൾ, കറക്റ്റ് 11 മണിയായപ്പോൾ മുണ്ടക്കയം വന്നു. ജസ്റ്റ് ചേട്ടനെ വിളിക്കണം. ചേട്ടൻ വന്നു. ചേട്ടൻ്റെ നേരെ, കാരണം നമുക്ക് ഇവിടുന്ന് രാത്രി വണ്ടിയില്ല വീട്ടിലേക്ക്. അപ്പം ചേട്ടൻ വന്നു. ചേട്ടനോട് നേരെ വീട്ടിലേക്കാണ്. ഇത്രയോട് ഗൈസ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.